അപ്പോൾ അവിടുത്തെ ക്ലയൻറ്റ് മീറ്റിംഗ് എന്തിനാണ് അല്ലേ? അതായത് പ്രോജക്റ്റ് ഓവർവ്യൂവിലോ സ്കോപ്പ് ഓഫ് വർക്കിലോ പ്രോഡക്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നതാണ്. ക്ലയൻറ്റ് മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ ചാറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ക്ലയൻറ്റ് മീറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വർക്കിൻ്റെ റിവിഷൻസ് കുറയ്ക്കാൻ വേണ്ടി ക്ലയൻറ്റ് മീറ്റിംഗ് വളരെ പ്രധാനമാണ്. ഞാൻ ക്ലയൻറ്റ് മീറ്റിങ്ങിന് മുമ്പ് സ്റ്റാക്ക് ഹോൾഡേഴ്സിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് ആ മീറ്റിങ്ങിൽ ക്ലയൻറ്റ് ഉറപ്പായിട്ട് പങ്കെടുക്കണം. പിന്നെ ക്ലയൻറ്റിൻ്റെ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരും പങ്കെടുത്തിരിക്കണം. മൂന്നാമത് സ്റ്റാക്ക് ഹോൾഡറും പങ്കെടുത്തിരിക്കണം. കാരണം നമ്മൾ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് അവർ ഈ ക്ലയൻറ്റിൻ്റെ പാർട്ണറോ സ്റ്റാക്ക് ഹോൾഡറോ ഒന്നും ഇല്ലെങ്കിൽ ആ സമയത്ത് ഡിസൈനിൽ ഒരുപാട് റിവിഷൻസ് വരും. അപ്പോൾ നമ്മുടെ വർക്ക് പ്രോജക്റ്റിൻ്റെ ഡെലിവറി ടൈം ഇത്രയ്ക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനാണ് അപ്പോൾ ഞാൻ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് മീറ്റിങ്ങിൽ വരാൻ വേണ്ടി പറഞ്ഞത്. ഇവരെല്ലാം ഒരുമിച്ചൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരുടെയും വിഷനും മിഷനും നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത് ചോദിക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവിടുന്ന് ചോദിക്കുക. ഞാനിപ്പോൾ ഒരു 500 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഓർഡറിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി AI ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാത്ത വേറെ കുറച്ച് മീറ്റിംഗ്സും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റ് മീറ്റിംഗ് കാണാം.